ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ CAA-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബഹുജന പ്രക്ഷോഭങ്ങളിലേക്ക് നിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ വലിയ സമ്മേളനങ്ങളിലേക്ക് പോകുന്നു, കോഴിക്കോടടക്കം പല കേന്ദ്രങ്ങളിലായി എന്ന്. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിക്കുക എന്നൊക്കെ ആലങ്കാരികമായാണ് പറയുന്നത് എങ്കിലും ഈ ഘട്ടത്തിൽ ലീഗിനെ നേരിട്ട് കിട്ടില്ല, എന്നാൽ ലീഗ് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം ജനസാമാന്യത്തിൽ തന്നെ ഞങ്ങളാണ് പരമമായി ഇതിൻ്റെ രക്ഷകർ എന്ന രൂപത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുക, അങ്ങനെ ഒരു ലാക്കോടെയല്ലേ നിങ്ങളുടെ അടുത്ത നീക്കം? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലേ പറഞ്ഞു, ഇത് കോൺഗ്രസ് ഐക്ക് വേണ്ടി 24 നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ എക്സസൈസാണ്, അല്ലാതെ ഈ ചർച്ചയ്ക്ക് വേറെ ഒരു പ്രസക്തിയില്ല. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് VT ബലറാം പറയുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യ രാജ്യത്ത് അതിനെതിരായിട്ട് കേസ് കൊടുത്ത പാർട്ടി CPM, ഒരു പൈസ പോലും ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങാത്ത ഇന്ത്യയിലെ ഏക പാർട്ടി CPM, BJP കഴിഞ്ഞാൽ ഏറ്റവും ഏറെ പണം വാങ്ങിയ പാർട്ടി കോൺഗ്രസ്സായി. എന്നിട്ട് അതിനെപ്പറ്റിയാണല്ലോ VT ബലറാം ഇവിടെ സംസാരിക്കുന്നത്. തൊലിക്കട്ടി എന്നല്ലാതെ എന്താ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുക? പിന്നെ അവിടെയും ഇവിടെയും ചില ഒറ്റപ്പെട്ട ആളുകൾ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ ബലറാമേ, 13 മുഖ്യമന്ത്രിമാർ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ BJP-യിൽ പോയി, അവർ ഒറ്റപ്പെട്ടവരാണോ? 3 PCC അധ്യക്ഷന്മാർ BJP-യിലേക്ക് പോയി, അവർ ഒറ്റപ്പെട്ടവരാണോ? 7 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിപക്ഷം, അരുണാചൽ പ്രദേശിൽ 44 പേര് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 43 പേര്, 150ഓളം MLA-മാർ BJP-യിലേക്ക് പോയി, MP-മാർ BJP-യിലേക്ക് പോയി. ഇത് ഒറ്റപ്പെട്ടതാണ് എന്ന് ബലറാമിനല്ലാതെ വേറെ ആർക്കാ ഇത് പറയാൻ വേണ്ടി കഴിയുക? ഞങ്ങളിപ്പോൾ ബംഗാളിലും ത്രിപുരയിലും പുറകോട്ടേക്ക് പോയി എന്നുള്ളതൊന്നും ഞങ്ങൾ സമ്മതിക്കാതിരിക്കുന്നില്ല, വസ്തുതയാണ്. ആ വസ്തുത സമ്മതിക്കാതിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അദ്ദേഹം പറഞ്ഞു CAA സംബന്ധിച്ചിടത്തോളം ഇവിടെ 835 കേസെടുത്തു, പിൻവലിച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? 835 കേസെടുത്തു, അതിൽ 629 കേസ് പിൻവലിച്ചിരിക്കുന്നു, അത് കോടതിയിലില്ല. ഇനി ബാക്കിയുള്ള കേസിൽ 120-ലേറെ കേസുകൾ പിൻവലിക്കാൻ ഗവൺമെൻറ് അനുവാദം കൊടുത്തിരിക്കുന്നു. ഇനി പിൻവലിക്കാൻ സമ്മതിക്കേണ്ടത് കോടതിയാണ്. പിന്നെ എന്തിനാണ് ഈ മുട്ടൻ കള്ളം ബലറാമിനെ പോലുള്ള ആൾ വിശദീകരിക്കേണ്ട കാര്യം? ഇത് പരസ്യമായിട്ട് എണ്ണമെല്ലാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പത്രക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ സത്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വേണു ഉന്നയിച്ച ചോദ്യം, അതിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങ് ഇലക്ട്രൽ ബോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ കാര്യത്തിലുള്ള CPM-ന്റെ രാഷ്ട്രീയ ധാർമ്മികതയെ ഒരു നിലയിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട് സാർ, ഇവർക്ക് മൂന്നാമത്തെ കക്ഷിയാണ്, 1000 ചില്ലാനം കോടി ഇവർക്കും കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി, സമ്മതിക്കുന്നു. പക്ഷെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ പാർട്ടി ഫണ്ടിലാണല്ലോ ഇതൊക്കെ വരിക, അല്ലേ? അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് അണാ പൈ എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഏത് പാർട്ടിക്കാണ്? അതെന്തുകൊണ്ടാണ്? ഒറ്റ പാർട്ടിക്കല്ലേ വരുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം? അതാ ഞാൻ പറഞ്ഞത്. വേണു, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. ഈ തെരഞ്ഞെടുപ്പ് പോലെ ഒരു സമയത്ത് എന്റെ ചോദ്യം നേരിട്ടുള്ളതും ലളിതവുമാണ്. ഈ പണമെല്ലാം വന്നു, പക്ഷെ അണാപ്പൈ എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ബിജെപിക്കാർ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെതിരെ ഈ കാര്യം നീക്കിയിരിക്കുന്നു. ഒരു സംശയമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് കോൺഗ്രസിനെ മാത്രം ഒറ്റതിരിഞ്ഞ് അവസാനിപ്പിക്കാൻ BJP നോക്കുന്നുവെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതിന്റെ അർത്ഥം, BJP ഭയക്കുന്ന ഏക ബദൽ കോൺഗ്രസ് ആണ്. അല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ഇതിന് പുതിയ കാര്യം പറയുന്ന പോലെ പറയുന്നത്? വേട്ടയാടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് അല്ല, ഞാൻ ആ ഭാഗം വാദിക്കേണ്ടത്. ഒറ്റ സെക്കൻഡ് അങ്ങൊന്നും വഴങ്ങും. എന്തായാലും എന്റെ ചോദ്യത്തിന് വഴങ്ങിയല്ലോ. VT എന്താണ് പറയാൻ വന്നത്? ഒരു സെക്കൻഡ് പ്രകാശ് മാഷെ, VT ഒരു സെക്കൻഡ് മാഷെ, ഞങ്ങളുടെ ശരി, ഒറ്റ സെക്കൻഡ് മാഷെ, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു പോകുന്നേ. അതിലെഴുതി ശരി. പങ്കെടുക്കുന്ന ആളാണല്ലോ നിങ്ങൾ. മൈക്ക് അത് അങ്ങനെയൊന്നും അല്ലെന്ന്.
എങ്ങനെയാണ് ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ ഞാൻ കുറെ കാലമായിട്ട് രംഗത്തുള്ള ആളാണല്ലോ. നിയമപരമായി ഏർപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ്. അതിനെപ്പറ്റി അല്ല ചർച്ച. കാരണം ഇതിന്റെ ശരിക്കേട് യെച്ചൂരി ചോദ്യം ചെയ്താൽ ഒരു സെക്കൻഡ് പ്രകാശ് മാഷെ വെറുതെ ഒരു ആവലാതിക്കാരനായി പോവുകയല്ല ചെയ്തിട്ടുള്ളത്. CPM ഒരു സെക്കൻഡ് പ്രകാശ് മാഷെ CPM ഈ SBI രജിസ്ട്രേഷൻ തന്നെ എടുത്തിട്ടില്ല ഈ കാര്യത്തിന്. ഞാൻ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. വേണു ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കാര്യം പറയാം. ഞാൻ വഴങ്ങിയിട്ടില്ല. ഞാൻ പൂർണ്ണമായി പറയാതെ നിങ്ങൾക്ക് പല താല്പര്യം ഉണ്ടാവും. എനിക്ക് എൻ്റെ പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ CAA വന്നിട്ട് 4 ദിവസമായല്ലോ. ഇതുവരെ ഒരു നിലപാട് അതിൻ്റെ ചട്ടം സംബന്ധിച്ച് കോൺഗ്രസ് പറഞ്ഞു. എന്താ പറയാതിരിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനെ എതിർക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത് കേരളമാണ്. 13 BJP മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കിയത് കേരളമാണ്. സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. LDF ആണ് കേരളത്തിൽ പാറശാല മുതൽ മനുഷ്യച്ചങ്ങല മഞ്ചേശ്വരം വരെ തീർത്തത്. കേരളത്തിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, അവർ ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇതെടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് CPM-ന് പറയാൻ കഴിയില്ല. കാരണം ദേശീയ അധികാരത്തിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു സെക്കൻഡ് CAA-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന വിഭാഗമായി കാണുന്ന മുസ്ലിം മതന്യൂനപക്ഷത്തെയാണല്ലോ. അവരെ പടിക്ക് പുറത്ത് നിർത്തുന്ന നീക്കമാണ് ഇതെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി പറയുകയാണ്, ഇതുപോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് തലേന്ന് പുറത്തെടുത്തിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രകോപിതരാക്കി വിഭാഗീയത ഉണ്ടാക്കൽ BJP-യുടെ തന്ത്രമാണ്. അത് തിരിച്ചറിഞ്ഞ് തന്ത്രത്തിൽ വിഷയം കൈകാര്യം ചെയ്യുകയാണ് കോൺഗ്രസ്. ഈ യുദ്ധമുഖത്ത് അതാണ് ബുദ്ധി. കഴിഞ്ഞില്ലേ കേസ് കഴിഞ്ഞില്ലേ? അല്ല, പക്ഷേ അതുകൊണ്ടൊന്നും UDF ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന അണികളെ വിശ്വസിപ്പിക്കാൻ പൗരത്വ നിയമത്തിനെതിരെ വലിയ നിലയ്ക്ക് UDF-കാർ പറഞ്ഞുവെന്ന്. അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഈ കാര്യത്തിനകത്തുള്ള അവസരവാദമെന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തെ ഈ വിഷയം ഏറ്റവും ശക്തമായി ബാധിക്കുന്ന വിഭാഗം തന്ത്രപരമായ സമീപനമാണെന്ന് കാണുന്നു. ഈ യുദ്ധമുഖത്ത് അതാണ് ബുദ്ധി എന്ന് പറയുന്നു. കേട്ടല്ലോ? വീറ്റി വേഗം എന്റെ പാർട്ടിയെ കുറിച്ചാണല്ലോ നിങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറയാം. എനിക്ക് സമയം തരും. പ്രകാശൻ മാസ്റ്റർ ഒന്ന് കേൾക്കൂ. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടിനോട് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഒന്ന്, ഇലക്ടറൽ ബോണ്ടുകളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമപരമായി സംഭാവന സ്വീകരിക്കാൻ വേണ്ടി രാജ്യത്തെ സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോഴും അത് ഏറ്റവും അടുത്ത അവസരത്തിൽ റിപ്പീൽ ചെയ്യണമെന്നും എഴുതി തള്ളണമെന്നും അത് എടുത്തു കളയണമെന്നുമുള്ള നിലപാട് ഞങ്ങൾ 2019 ഞങ്ങളുടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇതേപോലെ ഇലക്ഷൻ നടന്നപ്പോൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞതാണ്. അധികാരത്തിൽ വന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിർത്തലാക്കുന്നത്. കയ്യിൽ അതിന് സുതാര്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. പൈസ സ്വീകരിക്കാൻ കോർപ്പറേറ്റുകൾ ഇന്ന് പാടില്ല എന്നുള്ളതല്ല. പക്ഷേ ആരൊക്കെയാണ് തരുന്നത് എന്ന് തരുന്ന ആൾക്കും അറിയണം, വാങ്ങുന്ന ആൾക്കും അറിയണം, നാട്ടിലെ വോട്ടർമാർക്കും അറിയണം. ആ സുതാര്യതയില്ലായ്മയാണ് ഇത്രയും വലിയ അഴിമതിയിലേക്ക് ഇതിനെ നയിച്ചത്. അപ്പൊ അഴിമതിയില്ലാതെ സുതാര്യമായിട്ടുള്ള ധനസമാഹരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവണം. അതിന് ഇന്നുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം പോരാ, അതിന് ബദൽ സംവിധാനം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനെക്കുറിച്ച് ഇനി CAA കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കേരള നിയമസഭയാണ് ആദ്യമായി പ്രമേയം പാസ്സാക്കിയത്. ഞാൻ അടക്കം ആ സമയത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഇക്കാര്യത്തിൽ ഏകകണ്ഠ ഒരു പ്രമേയം വേണം. അത് സർക്കാർ അനുകൂലിച്ചു, അംഗീകരിച്ചു, സന്തോഷമാണുള്ളത്. പക്ഷേ അത്തരത്തിൽ ഓരോ കാര്യത്തിലും കേരളത്തിന്റെ പൊതുവികാരത്തെ രൂപപ്പെടുത്തിയത് ഞങ്ങളാണ്. എന്നാൽ ആ പ്രമേയം ഗവർണർ ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടപ്പോൾ അതിനെതിരെ ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ ഇവർ തയ്യാറായില്ല. ഞങ്ങളാണ് വിമർശനം ഉന്നയിച്ചത്. ഞങ്ങളാണ് ഗവർണറെ പിന്നെ നടന്ന അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗ വേളയിൽ അദ്ദേഹത്തെ ഗോബാക്ക് വിളിച്ച് നിയമസഭയിൽ തടസ്സം സൃഷ്ടിച്ചത്. അപ്പോ ഇവർ പറഞ്ഞത് എന്താ, ഞങ്ങളെയും ഗവർണറെയും രമേശ് ചെന്നിത്തല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. വെർബാറ്റിം ഞാൻ പറയാം. 12/11/2019 സെൻസസിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കണമെന്ന ഉത്തരവിറക്കിയതാരാണ്? LDF ഗവൺമെന്റ് അല്ലേ? അന്ന് ഞങ്ങൾ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചതല്ലേ?
ഉത്തരവിന്റെ തുടർച്ചയല്ലേ മഞ്ചേരി താമരശ്ശേരി തഹസിൽദാർമാർ സർക്കുലർ ഇറക്കുകയും ആ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്? ഇത് വിവാദമായപ്പോഴാണ് നിയമസഭയിൽ ഞങ്ങൾ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാകുന്നു എന്ന കാര്യം ഉന്നയിച്ചപ്പോഴാണ് 20/12/2019 ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടിക്ക് അന്ന് മുഖ്യമന്ത്രി സ്റ്റേ നൽകിയത്. അപ്പോൾ ഡിറ്റൻഷൻ സെന്റർ, ഈ പറയുന്ന ജനസംഖ്യാ രജിസ്റ്റർ എല്ലാം മണി പോലെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഞാൻ ഒരിടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം PR ശിവശങ്കറിലേക്ക് വീട്ടിൽ ഒന്ന് വഴങ്ങുക. ഇടവേള.